എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ലൈവായിട്ട് വരുന്നതിൻ്റെ കാരണം, ഇന്ന് ഓഫീസിലേക്ക് ധാരാളം കോളുകൾ ഇവിടെ സ്റ്റുഡൻസ് ആയിട്ട് നിൽക്കുന്നവരും സീനിയർ കെയർ അസിസ്റ്റൻ്റ് നേഴ്സായിട്ട് നിൽക്കുന്നവരുടെയും ധാരാളം കോളുകൾ വരികയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ലൈവായിട്ട് വരുന്നത്. ഈ മാസം 1 ജൂലൈ 2025 ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഒരു ഓർഡർ വന്നു. 22-ാം തീയതി കുറേ ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അത് ആരെയൊക്കെ ബാധകമാകും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മലയാളികളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നേഴ്സസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് തുടങ്ങിയ വിഭാഗങ്ങളാണ്. ഈ വിഭാഗം ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറിൽ അടങ്ങിയേക്കുന്ന ഒരു ജോബ് ലിസ്റ്റാണ്. അതുകൊണ്ട് കാര്യമായ മാറ്റങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ല. അതേക്കുറിച്ച് വിശദീകരിച്ച് പറയാം. കെയർ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സീനിയർ കെയർ അസിസ്റ്റൻ്റ് ഇപ്പോഴും ആ സെയിം വേ ഓഫ് സാലറിയാണ്, £12.82 ആണ് കൊടുക്കേണ്ടത്. അത് ഇപ്പോഴും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഓൾറെഡി കെയർ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സീനിയർ കെയർ അസിസ്റ്റൻ്റ് വിസ ഉള്ളവർക്ക് 2028 വരെ നിങ്ങൾക്ക് ആ സെയിം സാലറിയും സെയിം ഇതിലും തന്നെ നിങ്ങളുടെ വിസ മാറ്റിയെടുക്കാവുന്നതാണ്. രണ്ടാമതായി മാറ്റം വന്ന നേഴ്സസിൻ്റെ ആണെങ്കിലും കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഇപ്പോഴും ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറിൻ്റെ ലിസ്റ്റിലുള്ള ഒരു ജോബ് ആയതുകൊണ്ട് സാലറി ലെവലിലും കാര്യമായ വ്യത്യാസം വന്നില്ല. ബാൻഡ് 5 വ്യത്യാസം വരുന്നുണ്ട്. അതായത് ബാൻഡ് 5 വ്യത്യാസം 29,970, £15.36 പെർ അവറിന് നേഴ്സസിന് കൊടുക്കണം എന്നാണ് ഉള്ളത്. അതിപ്പം എല്ലാ നേഴ്സസിനും തന്നെ, പുതുതായിട്ട് വരുന്ന എല്ലാ നേഴ്സസിനും തന്നെ ഇപ്പം ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് ആരും പാനിക്കാവേണ്ട, കാര്യമായ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. രണ്ടാമത് സ്റ്റുഡൻസിൻ്റെ പോസ്റ്റ് സ്റ്റഡി വർക്കർ വിസ, അത് ഗവൺമെൻറ് ഈ വർഷം അതിനൊരു വൈറ്റ് പേപ്പർ സബ്മിറ്റ് ചെയ്തിരുന്നു. ആ വൈറ്റ് പേപ്പറിൽ അവർ പറയുന്നത് 24 മാസത്തെ ഗ്രാജുവേറ്റ് വിസ അത് 18 മാസമാക്കി കുറയ്ക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ അത് ഇതുവരെ ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല. ഇപ്പം വരുന്നവർക്കും 24 മാസം തന്നെയാണ്, ഇതുവരെയും 18 മാസം ആയിട്ടില്ല. അതുപോലെ തന്നെ ജോബിൻ്റെ സാലറി ഇൻക്രിമെൻറ്റിൻ്റെ വ്യത്യാസം വന്നേക്കുന്നത് മറ്റ് പല ജോലികൾക്കും വെളിയിലേക്കുള്ള വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നതാണ്. അതായത് നിങ്ങൾ ഹോട്ടൽ ഇൻഡസ്ട്രി വർക്ക് ചെയ്യാൻ വരുന്നവർ, IT ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ വരുന്നവർ തുടങ്ങിയവരുടെ ജോലിയുടെ സാലറി അത് 38,700 എന്നുള്ളത് 41,700 ആക്കി മാറ്റി. അപ്പോൾ നോർമലി മലയാളികളെ എല്ലാം ബാധിക്കുന്ന നേഴ്സിംഗ് അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറിലേക്ക് വലിയ മാറ്റങ്ങളും വന്നിട്ടില്ല. നിങ്ങൾക്ക് ഗവൺമെൻറ് വെബ്സൈറ്റിൽ പോയി ഒറിജിനൽ വിവരങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ പ്ലീസ് വിസിറ്റ് ഗവൺമെൻറ് വെബ്സൈറ്റ് ആൻഡ് ടേക്ക് ദി ഒപ്പീനിയൻ ഫ്രം ദ വെബ്സൈറ്റ്. താങ്ക് യു.